പ്രിയപ്പെട്ടവരെ നമസ്കാരം. ട്രൂ ടി വിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് അടിയിൽ എൻ്റെ ഒരു 9447167700 എന്ന് പറയുന്ന നമ്പർ കൊടുക്കാറുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങളുടെ പരാതികൾ, ഇടപെടേണ്ട വിഷയങ്ങളെല്ലാം മെസ്സേജ് ചെയ്യാൻ, വാട്സപ്പ് ചെയ്യാൻ പറയാറുമുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് പരാതിയായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. നമ്മളതിലെ കുറേയൊക്കെ നമ്മൾ എത്തപ്പെടാൻ, എന്നെക്കൊണ്ട് സാഹചര്യം അനുസരിച്ച് എത്തപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം എത്തപ്പെടാറുമുണ്ട്. പരിമിതികളുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായിട്ട് വന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പരാതിയെക്കുറിച്ച് കൂടുതൽ, വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് കേൾക്കാൻ നല്ല ഇമ്പമുള്ളൊരു പേരാണ്. ഈ ഇമ്പമുള്ള പേരിന് പുറകിൽ കൊമ്പും പമ്പുമായിട്ടാണ് ആ സ്ഥാപനം നിൽക്കുന്നത് കേരളത്തിൽ. സേവന കറി പൗഡർ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും സേവന കറി പൗഡർ എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച്. നമ്മുടെ വീടുകളിലൊക്കെ സേവന കറി പൗഡർ ബാഗും തൂക്കി പലരും വരാറുണ്ട്. അവർ 30-ലേറെ വർഷമായി സേവന ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും തമിഴ്നാട്ടിലും സേവനയ്ക്ക് ബ്രാഞ്ചും ഓഫീസും ഒക്കെ ഉണ്ട്. 30 വർഷത്തിൽ കൂടുതലെന്ന് പറയുമ്പോൾ നമുക്കറിയാം സേവന വളർന്ന് പന്തലിച്ച് വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഇത്രയും വലിയ പ്രസ്ഥാനമായതുകൊണ്ട് നമ്മൾ അസൂയ കൊണ്ട് ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ചിലർ എൻ്റെ അടിയിൽ കമൻറ്റ് എഴുതാറുണ്ട്, അവിടെ നിന്നൊന്നും കിട്ടിയില്ലേ, അങ്ങനെ വാങ്ങി നക്കിയായിരുന്നെങ്കിൽ ഞാനൊക്കെ എവിടെ എത്തിയാലേ. പത്രക്കാരുടെ, രാഷ്ട്രീയക്കാരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ പുന്നാര ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന സേവന എന്ന് പറയുന്നത്. 30 വർഷം കൊണ്ട് സേവന എങ്ങനെ കേരളത്തിലും കേരളത്തിന് പുറത്തും എങ്ങനെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി വളർന്ന് എന്ന് നിങ്ങൾക്കറിയാമോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ചതിയുടെ കഥയാണ്. ചതിയും വഞ്ചനയും യുടെയും കഥയാണ് സേവനയുടെ ഈ വളർച്ചയ്ക്ക് പുറകിലുള്ളത്. മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യ രാഷ്ട്രീയ പാർട്ടികളും ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ച സേവനയുടെ വഞ്ചനയും ചതിയും മറന്നേക്ക് കാണിക്കാൻ ഞങ്ങൾ ട്രൂ ടി വി ശ്രമിക്കുകയാണ്. പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കണ്ണുനീരിലും ചോരയിലുമാണ് സേവന വേറൊരുപ്പിച്ചിട്ടുള്ളൂ, വളർന്ന് വലുതായിട്ടുള്ളൂ. 10,000-ത്തിലധികം ചെറുപ്പക്കാർ സേവനയുടെ വിവിധ ഓഫീസുകളായി ജോലി ചെയ്യുന്നുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ പക്കാ അടിമപ്പണി. സേവനയിൽ ജോലിയെടുക്കുന്ന ഓരോ ചെറുപ്പക്കാരനും പറയാനുണ്ടാവും ക്രൂരതയുടെ അല്ലെങ്കിൽ പീഡനത്തിൻ്റെ ഒരു 100,000 കഥകൾ. വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ് അവരിൽ പലരെയും സേവനയിൽ എത്തിക്കുന്നത്. ദാരിദ്ര്യപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന വീട്ടിലുള്ള അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു ഈ വയനാട് അവിടെ നിന്നൊക്കെ ഭാഗത്തുനിന്ന് ഒരുപാട് കുട്ടികൾ, പാവപ്പെട്ട പെൺകുട്ടികളാണ് കൂടുതൽ. അവർ വന്ന് നമ്മുടെ വീട്ടിൽ ഈ ബാഗ് തൂക്കി വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ കണ്ണു നിറഞ്ഞു പോകും. അതിൻ്റെ ഒക്കെ അന്നൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിള്ളേരോട് ചോദിക്കുമ്പോൾ അവരെന്താ പറയുക, മാനേജരാക്കും എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കുള്ള പട്ടിണിയും ദാരിദ്ര്യവും തന്നെയാണ് ഈ കൊടിയ പീഡനം നേരിടേണ്ടി വരുമ്പോഴും അവരെ സേവനയിൽ തുടരാൻ നിർബന്ധിക്കുന്നതെല്ലാം. സേവനയുടെ മാനേജ്മെൻറ്റിൻ്റെ പീഡനമേറ്റ് മനോനില വരെ തെറ്റിയവരുണ്ട്. എന്നെ പലരും വിളിച്ചിട്ടുണ്ട്. പലരും പലതും പറയാത്തത്, പുറത്ത് പറയാൻ പറ്റാത്തത് അവരുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ്. ആ നിസ്സഹായതയാണ് ഇവർ മുതലെടുക്കുന്നത്. മാനഹാനി ഭയന്ന സേവനയിലെ പീഡനം സഹിക്കാതെ അവിടെ നിന്ന് പുറത്തു ചാടിയവർ ഒരുപാടുണ്ട്. ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടോ. ഒരു കാര്യം അക്കമിട്ട് പറയാം ഇതിൽ നമുക്ക്. കാരണം തികച്ചും സാധാരണക്കാരായവരുടെ മക്കളാണ് ഈ പത്രപരസ്യം കണ്ട് വിളിച്ച് ഇതിൽ പെട്ടുപോകുന്നത്. വിളിക്കുമ്പോൾ ഇവർ സത്യം പറയുന്നില്ല. ഓഫീസ് സെക്കൻഡ് അസിസ്റ്റന്റ് സെക്ഷൻ സ്റ്റോർ കീപ്പറിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് പറയും. ട്രെയിനിങ് 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം മാനേജിങ് പോസ്റ്റ് എന്നാണ് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇവർ ബാഗ് എടുത്ത് കൈ തരുവാണ്. ഇതാണ് അതിൻ്റെ സത്യം. അവിടെ പണിഷ്മെൻ്റ് ഉണ്ട്, ഗ്രൂപ്പ് കോമ്പറ്റീഷൻ ഉണ്ട്, പേഴ്സണൽ കോമ്പറ്റീഷൻ ഉണ്ട്, ശിക്ഷകളുണ്ട്. ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല. ഒരു ടൗണിൽ നിന്ന് മാറി ഉൾഗ്രാമത്തിൽ ഒരു വീട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവമാണിത് മൊത്തം. അതാണ് സംഭവം. വീടുകൾ കയറി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി പ്രൊഡക്റ്റ് കൊടുക്കുക. മിനിമം ഒരു 1,500-2,000 മുകളിൽ ബിസിനസ് വേണം. 600-700 ബ്രാഞ്ചിലേക്ക് കയറി ചെന്നാൽ പിന്നെ അന്നത്തെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. മാത്രമല്ല അവരുമായിട്ടും കോമ്പറ്റീറ്റ് ചെയ്യണം. 2,000-3,000 ഒക്കെ വെച്ച് ബിസിനസ് വേണം. ഇല്ലെങ്കിൽ ഭയങ്കരമായ പണിഷ്മെൻറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. സാറാ വീഡിയോ കണ്ടില്ലേ? അതുപോലെ ഒരുപാട് ബ്രാഞ്ചിലുണ്ട്. 10-600 ബ്രാഞ്ച് മുകളിൽ കേരളത്തിൽ നിന്നുണ്ട്. പല രീതി സ്ഥിതി ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ അല്ലേ? ഇനിയും മുറിവുണങ്ങാതെ ചോര പൊടിയുന്ന ഈ അനുഭവങ്ങൾ നമ്മളോടൊക്കെ പറഞ്ഞിരിക്കുന്ന സേവനയിൽ ഇതുവരെ ജോലി ചെയ്തിരുന്നവരാണ്. പ്രബുദ്ധതയുടെ അലങ്കാരക്കുപ്പായം തല മുതൽ കാല് വരെ മൂടിപ്പൂച്ച് നടക്കുന്ന കേരളത്തിലാണ് ഈ അതിക്രമങ്ങൾ നടന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ജീവനക്കാരായ ചെറുപ്പക്കാരോട് ചോര മരവിപ്പിക്കുന്ന ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നവന്മാർ. എങ്ങനെയാണ് കേരളത്തിലെ ഈ ചെറുപ്പക്കാരും പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം സേവനം ഇരിക്കുന്ന ചതിയുടെ വലയിൽ കുടുങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ സേവന നിരന്തരം പരസ്യങ്ങൾ നൽകുകയാണ്. ഈ പത്രങ്ങളിലെല്ലാം ചെറിയ കോളത്തിൽ പരസ്യം നൽകും. മാർക്കറ്റിംഗ് സ്ഥാപനത്തിലേക്ക് മാനേജന്മാരെ ആവശ്യമുണ്ടെന്ന് ഈ പരസ്യത്തിൽ പറയും. 25,000 മുതൽ മുകളിലോട്ട് ശമ്പളം. എന്താ അല്ലേ? സൗജന്യ താമസം, ഭക്ഷണം, എല്ലാ സംവിധാനമുണ്ട്. പിന്നെ വേറെ കമ്മീഷൻ വേറെ. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് മതി. ഇതാവും പരസ്യത്തിൽ. ഈ ചെറിയൊരു കോളം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും.
SSLC പരീക്ഷയിൽ 99.9% കുട്ടികൾ പാസ്സാവുന്ന കേരളത്തിൽ ജോലിക്കാരെ ലഭിക്കാനാണോ ക്ഷാമം അല്ലേ? പരസ്യം കാണുന്ന ഉന്നത പഠനത്തിന് പോകാൻ കഴിയാത്ത പാവപ്പെട്ട 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള കുട്ടികൾ ജോലിക്ക് അപേക്ഷിക്കും. അപേക്ഷിക്കുന്ന എല്ലാവർക്കും സേവനയിൽ ജോലി കിട്ടുകയും ചെയ്യും. കുട്ടികളുടെ കഴുത്തിൽ അപ്പം തന്നെ കുരുക്ക് വീഴുക. ഓരോ ദിവസം കഴിയും തോറും ആ കുരുക്ക് മുറുകാൻ തുടങ്ങും. ഇങ്ങനെ കുറിക്കൊണ്ടിരിക്കും. മുറുകി അവർ പിടയാൻ തുടങ്ങും. മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ജോലി വീടുകൾ തോറും കയറി ഇറങ്ങി പട്ടിണിയും കിടന്ന് സേവനയുടെ ഉൽപ്പന്നം വിൽക്കുക. സേവനയുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ സേവന കറി പൗഡർ ഉണ്ട്, സേവനയുടെ സോപ്പുണ്ട്, സേവന ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ട്, ഇങ്ങനെ പല ഐറ്റംസും ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സേവനയുടെ ബ്രാൻഡിൽ ആണ് ഇതെല്ലാം പോണത്. 30-40 കിലോ ഭാരമുള്ള വലിയ ബാഗാണ്. ഇത് തൂക്കിയിട്ടിട്ടാണ് പിള്ളേർ വീട് തോറും ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. പിള്ളേർ വരുമ്പോൾ നമുക്കറിയാം നല്ല ആഹാരം പോലും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം ചോദിക്കാറുണ്ട്, ചേച്ചി ഇച്ചിരി വെള്ളം തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നേരം വെളുക്കുമ്പോൾ മുതൽ അവർ രാവിലെ ഇറങ്ങും, രാത്രി ഇരുട്ടും വരെ വീടുകൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും. രാവിലെ നേരം വെളുക്കുമ്പോഴേ വീട്ടിൽ കയറി വരുന്നവരെ വീട്ടുകാർ ഇറക്കുകയും പെടും. ചിലർ ഒരു അപശകനം വന്ന് കയറിയ പോലെയാണ് ചിലർ കാണുന്നത്. കരഞ്ഞും കാല് പിടിച്ചും അവർ വിൽപ്പനയ്ക്ക് ശ്രമിക്കും. ചിലപ്പം എങ്ങനെയാലും ഒന്ന് എടുക്ക് കെഞ്ചും. അത് ഗതികേട് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ കിഴുന്നതും കെഞ്ചുന്നതും ഒക്കെ. കാരണം ഓരോ ദിവസവും അവർക്ക് ഒരു ടാർഗറ്റ് കൊടുക്കുക. അവർ ആ മിനിമം ടാർഗറ്റ് വിൽപ്പന നടത്തിയില്ലെങ്കിൽ സേവനയിൽ അവരെ കാത്തിരിക്കുന്ന കൊടിയ പീഡനമാണ്. കഴുത്തിൽ ചങ്ങല കെട്ടി നായയെപ്പോലെ നടത്തിക്കും. പാത്രത്തിൽ നിന്നും വെള്ളം നക്കി കുടിപ്പിക്കുന്ന പോലെ കുടിപ്പിക്കും. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. പിള്ളേരെ കൊണ്ട് കുരപ്പിക്കും, തുണിയില്ലാതെ നടത്തിക്കും, സ്ത്രീവേഷം കെട്ടിപ്പിക്കുക ആൺപിള്ളേരെ കൊണ്ട്. ഇതെല്ലാം ഇതാന്നാ പറയുന്നത്, ഇവരെ മാർക്കറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നാണ് പറയുന്നത്. എൻ്റെ പ്രബുദ്ധരെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന പ്രബുദ്ധ കേരളത്തിലാണ് ഈ കൊടിയ പീഡനം ഏറ്റുവാങ്ങി ഒരു കൂട്ടം ചെറുപ്പക്കാർ പണിയെടുക്കുന്നതെന്ന് ഓർക്കണം. ആരാണ് അവരെ ഈ നാണംകെട്ട് ഗതികേടിലേക്ക് തള്ളിവിട്ടത്? ആരാ? ഒന്നാം പ്രതി ഈ നാട്ടിലെ കുണച്ച പത്രങ്ങൾ തന്നെയാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ മുത്തശ്ശി പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങൾ വിശ്വസിച്ചാണ് ഈ പാവപ്പെട്ട പിള്ളേർ ഈ സേവനയിൽ ജോലിക്ക് അപേക്ഷിക്കുന്നതും കുടുങ്ങുന്നതെല്ലാം. ഞങ്ങളുടെ പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങളുടെ സത്യാവസ്ഥ ഉറപ്പുവരുത്തിയിട്ട് മാത്രം അവയോട് പ്രതികരിക്കുക എന്നൊരു മുൻകൂർ ജാമ്യം ഈ നാറികൾ എടുത്തോണ്ടായി കൊടിയ സ്ഥാപനങ്ങളിലേക്ക് പരസ്യങ്ങൾ ഇടുന്നത്. ഈ കൊടിയ പാപത്തിൽ നിന്നും നിങ്ങൾക്ക് തലയുരാൻ ആവില്ല പത്രക്കാരെ. എത്ര ഇരുൾമൂടിയ വഴികളിൽ കൂടിയും സത്യത്തിൻ്റെ നുറുങ്ങ് വെളിച്ചം തേടിപ്പോകുന്ന വെളിച്ചം കണ്ടെത്തുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് സിംഹങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ മൂക്കിന് താഴെ ഈ സേവന എന്ന് പറയുന്ന ഈ നാറിയ സ്ഥാപനം നടത്തുന്ന ഈ കൊടിയ പീഡനം എന്തായി നിങ്ങൾ കാണാതെ പോകുന്നത്? എന്തായി നിങ്ങൾ അറിയാതെ പോകുന്നത്? സേവനയിൽ നിന്ന് പീഡനം നേരിടുന്ന ജീവനക്കാരുടെ അനുഭവ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേൾക്കാത്ത ഭാവത്തിൽ ചെവി ഇങ്ങനെ പൊത്തിയിരിക്കുക. അവരുടെ വിലവയ്ക്കുന്ന മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ഭാവത്തിൽ കണ്ണു പൊത്തിക്കളിയാ. പത്രമുത്തശ്ശിയും മുത്തശ്ശനും മക്കളും ചെറുമക്കളും കാതും കണ്ണും പൊത്തിയിരിക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. ഈ സേവന എന്ന് പറയുന്ന പോലെ നൽകുന്ന പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന പണത്തിന് മീതെ പരന്തു മാത്രമല്ല ഒരു പത്രക്കാരും പറക്കില്ല. ജനങ്ങളെ സേവിക്കാൻ മുട്ടി ഉടുത്തിരിക്കുന്ന മുട്ടിന് മീതെ മടക്കി കുത്തി നടക്കുന്ന ചില നാറിയ രാഷ്ട്രീയക്കാരുണ്ടല്ലോ അല്ലേ? പല നിറത്തിൽ പല വലുപ്പത്തിലും തെരുവിൽ കോലം കെട്ട് നിറം കെട്ട് വിലപിക്കുന്ന ഈ ചെറുപ്പക്കാരെ നിങ്ങൾ കാണുകയല്ല. കറുത്ത ഇന്നോവ ക്രിസ്റ്റയിൽ ഈ ലോകഭാരം എൻ്റെ തലയിലാണെന്ന ഭാവത്തിൽ പാഞ്ഞു പോകുമ്പോൾ ഒന്ന് തലയൊന്ന് പുറത്തേക്കിട്ട് നോക്കണം ഈ പിള്ളേർ ഈ ഇതുമായിട്ട് വരുന്നത്. സേവനയിലെ ജീവനക്കാരുടെ ദുരിതത്തിന് നേരെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കണ്ണടയ്ക്കുന്നതിനോ ഒരു കാരണമേ ഉള്ളന്നേ. സേവന രാഷ്ട്രീയക്കാർക്ക് ഇരുളിൻ്റെ മറവിലും മറനീക്കിയ വെളിച്ചത്തിലും നൽകുന്ന സേവനം, ആ സേവന ലബ്ധിയിൽ രാഷ്ട്രീയക്കാരെല്ലാം എല്ലാം മറക്കും. വോട്ട് കുത്താൻ നേരം മാത്രം മതിയല്ലോ അവർക്ക് ഈ പാവങ്ങളെയൊക്കെ. പത്രങ്ങളെയും രാഷ്ട്രീയക്കാരെയും മാറ്റി നിർത്തിയാലും പിന്നെയും ഉണ്ടല്ലോ ഈ നാട്ടിൽ നിയമപാലകർ എന്നൊരു കൂട്ടം. മുൻപേ പോകുന്നവർക്ക് പിൻപേ അവരും പോവും. സേവനയിലെ ജീവനക്കാർ നേരിടുന്ന കൊടിയ പീഡനം കാണേണ്ടവർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ TV അവരുടെ വേദനയും ദുരിതവും നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ചെറു പ്രതീക്ഷയോടെ. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. സേവനയിൽ നിന്ന് ഇനിയും കൊടിയ പീഡനത്തിന് നിങ്ങൾ പോവാതിരിക്കുക. ഇനി ഇതുപോലെ അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ പതിവ് പോലെ പറയുന്ന പോലെ ഈ വീഡിയോയുടെ അടിയിൽ നമ്പറുണ്ട്. ഇതുപോലെ എവിടെയെങ്കിലും നിങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. അതുപോലെ പുറത്തേക്ക് അറിയപ്പെടാതെ പോകുന്ന വാർത്തകൾ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്. ഒരുത്തിൻ്റെയൊന്നും ഒന്നും വാങ്ങിയിട്ടല്ല TV ഇപ്പോഴും നിൽക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലും കേസുകളുടെ നടുവിലും പ്രിയപ്പെട്ട ജനങ്ങൾക്കൊപ്പവും സാധാരണക്കാർക്കൊപ്പവും ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പിന്തുണ മാത്രമാണ്. നന്ദി, സ്നേഹം. TVക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.